5th ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് 1,50,000-ലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച ഗ്ലാൻസിയാണ് ഈ കിടക്കുന്നത്. ചുരുങ്ങിയ വർഷങ്ങളിലുകൊണ്ട് തന്നെ അടിപൊളി സെയിൽസ് കാണിച്ചത്. സെക്കൻഡ് ജനറേഷനാണ് ഗ്ലാൻസിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കവാറും കസ്റ്റമേഴ്സ് എല്ലാവരും ഒരു കറക്റ്റ് ബഡ്ജറ്റ് ആയിരിക്കത്തില്ല വണ്ടി എടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ഓഫർ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 90,000 രൂപ വരുന്ന ഒരു ഓഫർ ഇപ്പം ഗ്ലാൻസയ്ക്ക് അവൈലബിൾ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഹനം. ആവശ്യത്തിലധികം ചേഞ്ചുകൾ ഇങ്ങനെ കാലം വന്നപ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചുകൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒരു നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കണ്ണുപൊട്ടി എടുക്കാൻ പറ്റിയ ഒരു ബ്രാൻഡ്, പിന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഹനം, അതൊക്കെ ഗ്ലാൻസിയുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫർ എന്ന് പറയുമ്പോൾ 90,000 ഓഫർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ഒരു 90,000 ഓഫർ കിട്ടണമെന്നില്ല. പല കാറ്റഗറി ആയിട്ട് ഏകദേശം 4ഓളം കാറ്റഗറിയായിട്ടാണ് ഈ ഓഫർ വരുന്നത്. അതിനകത്ത് ക്യാഷ് ഓഫർ, എക്സ്ചേഞ്ച് ഓഫർ, ഫിനാൻസ്, അങ്ങനെ പല കാര്യങ്ങളായിട്ടാണ് ആ ഒരു ഓഫറിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് നമുക്ക് കിട്ടുന്ന ഓഫറിൽ വരാം. ഇതിന് ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സിവിൽ സ്കോറിലൊക്കെ ആണെങ്കിൽ ₹1 അടയ്ക്കാതെ വേണമെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. കാരണം ഒരു നാഷണലൈസ്ഡ് ബാങ്കൊക്കെ മിക്കവാറും 100% ഫണ്ടിങ് ഈ ഒരു ബ്രാൻഡിന് ഈ ഒരു വണ്ടിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ സിവിൽ സ്കോറിൽ ചെറിയൊരു വേരിയേഷൻ വരികയാണെങ്കിൽ നമുക്കൊരു 1,50,000 to 2,00,000 രൂപ ബഡ്ജറ്റ് ഒരു ഡൗൺ പേയ്മെൻറ്റിൽ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടിയെ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഇനി അതും പറ്റിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഉണ്ട്, ടൊയോട്ടയുടെ ഓൺ ഫിനാൻസ് ഉണ്ട്. അതിനകത്ത് മാക്സിമം നല്ലൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ടൊയോട്ടയിൽ അവൈലബിൾ. 4 വേരിയൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ESGV ഇതാണ് 4 വേരിയൻറ്റ്. 5 കളർ ഓപ്ഷൻ വരുന്നുണ്ട്. വളരെ എനിക്ക് വൈറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ്. ഒരു ബ്യൂട്ടിഫുൾ കളർ തന്നെ നമുക്ക് കിട്ടി. ഇത് ടോപ്പ് എൻഡ് വാഹനമാണ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും 2 ഓപ്ഷനിൽ കിട്ടും. മാനുവൽ വരുമ്പം 4 വേരിയൻ്റ് എന്ന് വെച്ചാൽ ESGV എന്ന 4 വേരിയൻറ്റ് മാനുവൽ കിട്ടും. SGV എന്ന് പറഞ്ഞാൽ 3 വേരിയൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ബേസ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ. ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ നമുക്ക് ഈ ഒരു വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ലെങ്ത് വരുമ്പോൾ ഏകദേശം 4 മീറ്ററിനകത്തുള്ളൊരു ലെങ്താണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യം പറയേണ്ട കാര്യമില്ല, കാരണം മാർക്കറ്റിൽ നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ടുള്ള വാഹനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങൾ, ഈ ഒരു ഗ്ലാസ് ടിൻറ്റഡ് ആണ്, UV കട്ട് ഗ്ലാസ്സുകളാണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റ് മാത്രം, ബാക്കി എല്ലാ വേരിയൻറ്റിലും ഈ ഒരു ടിൻറ്റഡ് ഗ്ലാസും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടിരിക്കില്ല. വിൻഡോ സൈഡിൽ ഒരു ബെൽറ്റ് ലൈൻ ക്രോം, ഹാൻഡിൽ വരുമ്പോഴത്തേക്ക് ക്രോം ഫിനിഷ്, പിന്നെ അതുപോലെ റിക്കറ്റ് സെൻസറും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡോർ സൈഡിൽ കൊടുത്ത് ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിൽ 2 സൈഡിൽ നമുക്ക് റിക്കറ്റ് സെൻസർ വരുന്നുണ്ട്. മിറർ വരുമ്പോഴത്തേക്ക് ഫുള്ളി ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള മിററാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ വീലിൽ വരുമ്പോൾ നമുക്ക് 195/55 R16 ആണ് വീല് വരുന്നത്. ടയർ സൈസ് വരുന്നത് വീല് 16 ഇഞ്ചും അതുപോലെ അലോയ് വീലും ഡയമണ്ട് കട്ട് അലോയാണ് ഫ്രണ്ടിൽ കൊടുത്തത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. സസ്പെൻഷനെ കുറിച്ച് നമുക്ക് വലുതായിട്ട് പറയേണ്ട കാര്യമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഹെഡ് ലാമ്പ് വരുമ്പം നമുക്ക് ടോപ്പ് വരുമ്പോഴത്തേക്ക് LED പ്രൊജക്ടറാണ് വരുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഹാലജൻ പ്രൊജക്ടർ ആയിരിക്കും വരിക. പിന്നെ ഫോഗ് ലാമ്പ് യൂണിറ്റുകളും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസൈനിൽ കുറച്ചെന്താണ് ആ ഗ്രില്ലൊക്കെ ഒതുക്കി വെച്ച് ആ ടൊയോട്ടയുടെ ലോഗോ ഒക്കെ വളരെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 360 ക്യാമറ, അത് ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് നമുക്ക് ഈ 360 ക്യാമറ യൂണിറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ എയർ ഡാം യൂണിറ്റ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഗ്രിൽ ഡിസൈനും അടിപൊളിയാണ്. ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഡിപ്പാണ്, ഒറിജിനൽ കാർബൺ ഫൈബർ അല്ല, ആ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. പിന്നെ DRLും കാര്യങ്ങളെല്ലാം നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അവൈലബിൾ ആണ്. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ, ഇതാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ ഫ്രണ്ടിൽ പറഞ്ഞ ആ 360 ക്യാമറ യൂണിറ്റിൻ്റെ ആ യൂണിറ്റ് ഇവിടെയും കാണാം. നമുക്ക് 4 സൈഡും ക്യാമറയുണ്ട്. അത് വളരെ ഒരു പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസൈനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അത് അടിപൊളി തന്നെയാണ്. നമ്മുടെ ബൈക്കിലേക്ക് വരുമ്പം നമ്മുടെ ടെയിൽ ലാമ്പും ഇതൊക്കെ നേരത്തെ ഉള്ള ഡിസൈനാണ്. പിന്നെ അതുപോലെ വേരിയൻറ്റ് ബാഡ്ജിങ് നമുക്ക് ഇപ്പോൾ പല വാഹനങ്ങൾ നമുക്ക് വേരിയൻറ്റ് ബാഡ്ജിങ് ഒന്നും കാണാറില്ല. അപ്പോൾ ഇതിനകത്ത് വേരിയൻറ്റ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. V എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്, ഗ്ലാൻസ എന്ന് പറഞ്ഞ ബാഡ്ജിങ്, ടൊയോട്ട ബാഡ്ജിങ്, ക്യാമറ യൂണിറ്റ് കാണാം. പിന്നെ ഈ ഒരു സ്ലോപ്പി ഡിസൈൻ ഭയങ്കര അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ. അത്യാവശ്യം നല്ലൊരു മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് വരുന്നുണ്ട്, കണ്ടല്ലോ. പിന്നെ അകത്ത് നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ഡെപ്ത്ത് കൂടുതലാണ്, അതാണ് ഇതിനകത്തൊരു ഇതായിട്ട് തോന്നിയൊരു കാര്യം. വീൽ സൈസ് നമുക്ക് 15 ഇഞ്ചാണ് വരുന്നത്. ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് നോർമലി 16 വീൽ സൈസ് വരുന്നത്. അപ്പം അതിന് മാത്രമേ ഈ സ്പെയർ വീൽ നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു പ്രശ്നം വരുന്നുള്ളൂ. ബാക്കി എല്ലാ വീലും നമുക്ക് 15 വീൽ സൈസ് വരുന്നുണ്ട്, ആ ഒരു പ്രശ്നം വരുന്നില്ല. ബൂട്ട് സ്പേസ് വരുന്നത് 318 ലിറ്ററാണ്. പിന്നെ മറ്റൊരു നമുക്ക് എല്ലാ സീറ്റുകളും ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് സീറ്റുകളെല്ലാം നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ച് ലഗേജൊക്കെ വെക്കണം, അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രം ഫോൾഡ് ചെയ്യാൻ മതിയെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ 60-40 സീറ്റിംഗ് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഫ്യൂൽ ടാങ്ക് പെട്രോൾ ഓപ്ഷൻ മാത്രമാണ് നമുക്ക് വരുന്നത്. 1.2 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. നമുക്ക് 37 ലിറ്ററാണ് ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. എഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അതിനകത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 89 PS പവറും 113 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇൻറ്റീരിയറിലെ കുറച്ച് കാഴ്ചകൾ നോക്കാം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ഒരു ഡ്യുവൽ ടോൺ ഫീൽ തന്നെയാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ബേസിക് ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഹാപ്പി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ടച്ച് സ്ക്രീൻ ഓപ്ഷൻ നമുക്ക് 3rd വേരിയൻറ്റ് തൊട്ടാണ് വരുന്നത്. 3rd വേരിയൻറ്റ് 4th വേരിയൻറ്റിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നത്.
അത് തേർഡ് വേരിയൻറ്റിൽ 7 ഇഞ്ചും ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 9 ഇഞ്ചുമാണ് ടച്ച് സ്ക്രീൻ സൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് മ്യൂസിക് പ്ലെയറും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അതൊരു 2 വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടറായിട്ടുള്ള ഓഡിയോ കൺട്രോൾസും ഫോൺ കൺട്രോൾസും കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫിനിഷിംഗ് ഉള്ള സ്റ്റിയറിംഗ് വീൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഹെഡ് ലാമ്പ് സൈഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഇനി എ സിയുടെ കാര്യം പറയുമ്പോൾ നല്ലൊരു കാര്യമാണ്. ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വരുന്നത്. അത് ഒബ്വിയസ്ലി ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക് സെക്കൻഡ് വേരിയൻറ്റ് ഇട്ട് വരുന്നുണ്ട്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 3 വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കിട്ടും. പിന്നെ മൈലേജ് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 20 മുകളിലുള്ളൊരു മൈലേജ് നമുക്ക് പ്രാക്ടിക്കലി ഒരു വാഹനത്തിൽ കിട്ടും. ഒരു ഒബ്വിയസ്ലി ഒരു 90 ഒക്കെ എന്തായാലും കണ്ടും പൂട്ടി കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ സീറ്റ് അത്യാവശ്യം നല്ല ഒരു കംഫർട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ്. ഒരു ഫാബ്രിക് ഫിനിഷാണ് സീറ്റിൽ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ലെതറിനെക്കാട്ടി കുറച്ചുകൂടെ കംഫർട്ട് എപ്പോഴും ഫാബ്രിക് തന്നെയായിരിക്കും. ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഫാബ്രിക്കിൽ കുറച്ചുകൂടെ കുറവാണ് ആ ഒരു വെറ്റാവാനുള്ള ചാൻസ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഫാബ്രിക് തന്നെയാണ്. ചില ആൾക്കാർ ഇതിന് ശേഷം പിന്നീട് ലെതറും അല്ലെങ്കിൽ ലെതറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടി കംഫർട്ട് എപ്പോഴും ഈ ഒരു ഫാബ്രിക് തന്നെയായിരിക്കും. സ്പീക്കേഴ്സിനകത്ത് കുറച്ച് വേരിയേഷൻ ഉണ്ട്. വേരിയൻ്റ് വൈസിൽ ടോപ്പ് 2 വേരിയൻറ്റ് നമുക്ക് 4+2 ആണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറും. സെക്കൻഡ് വേരിയൻറ്റ് നമുക്ക് 4 സ്പീക്കർ മാത്രമേ കിട്ടുള്ളൂ. അതിനകത്താണ് 2 വരുന്ന മ്യൂസിക് സിസ്റ്റം വരുന്നത്. പിന്നെ ക്ലസ്റ്ററിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരുന്നത് ടോപ്പിൽ വരുന്ന ഒരു ക്ലസ്റ്ററാണ്. ഒരു ഡിജിറ്റൽ പോർഷൻ നമുക്ക് സെൻറ്ററിൽ, ബാക്കി 2 അനലോഗ് പോർഷനാണ് സൈഡായിട്ട് വരുന്നത്. അടിപൊളിയാണ് ആ ഒരു കാര്യം. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട് ഇതിനകത്ത്. വണ്ടി ഓൺ ചെയ്തില്ല. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒരു നല്ലൊരു ഫംഗ്ഷൻ തന്നെയാണ്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒരു പണ്ട് നമ്മൾ പല പ്രീമിയം വാഹനങ്ങളിൽ മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് വന്നു. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടല്ലോ കുറച്ച് നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ കൺട്രോൾ യൂണിറ്റുകളാണ് ഈ കാണുന്നത്. പിന്നെ 360 ക്യാമറ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഒരു 360 വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. കണ്ടോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ പല വ്യൂ നമുക്ക് എടുക്കാം. അതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതുവഴി കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ കൺട്രോൾ, ട്രാക്ഷൻ്റെ സ്വിച്ച് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു വാലറ്റ് സ്പേസ്, നമ്മുടെ ഹുഡ്, അതുപോലെ ഫ്യൂവൽ ലിഡ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണിത്. അതിൻ്റെ പെഡൽസ് കാര്യങ്ങളെല്ലാം കാണാം. സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കേട്ടോ ഈ ഒരു വേരിയൻറ്റിലുള്ളത്. സ്റ്റിയറിംഗ് അടിപൊളിയാണ്. പിന്നെ അകത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് മിറർ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു റിയർ വ്യൂ മിറർ ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷനുള്ള മിറർ. നമ്മൾ മാനുവലി ഡിമ്മിങ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. രാത്രി നമുക്ക് ബാക്കിൽ വരുന്ന വണ്ടിയുടെ ആ ഒരു ഹൈ ബീം ഇട്ട് വരുന്ന വണ്ടികളുടെ ആ ഒരു ക്ലിയറും കാര്യങ്ങളും ഇതിനകത്തിരിക്കില്ല. ഹൈ ബീം വളരെ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഗവൺമെൻറ് തന്നെ പല രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മാക്സിമം എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹൈ ബീമൊക്കെ ഒഴിവാക്കി മാക്സിമം ലോ ബീം പോവുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഹൈ ബീം ഉപയോഗിക്കുക. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. സേഫായിട്ട് ഡ്രൈവ് ചെയ്താൽ എല്ലാവർക്കും വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നാളെ നമുക്കായിരിക്കാം ചിലപ്പോൾ ഒരു അപകടം വരുന്നത്. അപ്പം നമ്മളെപ്പോഴും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ള കാര്യങ്ങൾ. പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി സെക്കൻഡ് റോ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ. സ്പേഷ്യസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. തൈ സപ്പോർട്ട് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് അത്രേ പറയാനുള്ളൂ. പിന്നെ ഹെഡ് റൂം ഇപ്പോൾ സെൻറ്ററിൽ നിന്നിരിക്കുക. ഇതാണ് സെൻറ്റർ പൊസിഷൻ വരുന്നത്. സെൻറ്റർ പൊസിഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു എന്താണ് ബരാബര കണ്ടീഷൻ, വലിയ കുഴപ്പമില്ലാത്ത രീതി. പിന്നെ ഇവിടെ സെൻട്രലായിട്ട് നമുക്കൊരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നല്ലതാണ്. പിന്നെ USB ചാർജിങ് സോക്കറ്റ്, ഒരു A പോർട്ടും ഒരു C പോർട്ടും, 2 ചാർജിങ് സോക്കറ്റ് തന്നെ. 2 ചാർജിങ് സോക്കറ്റ്, ഒരു A പോർട്ട് ഒരു C പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റുകളെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആംറെസ്റ്റ് ഓപ്ഷൻ ഇല്ല. പക്ഷേ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ തന്നെയാണെന്ന് പറയുന്നത് ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഹെഡ് റൂം ഓക്കെയാണ്. ഒരു 6 ഫീറ്റുള്ള ആൾക്ക് വരുമ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് റോയിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പം പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു, ഓഫറിൻ്റെ കാര്യം പറഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് പറയാൻ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് വണ്ടി കാര്യങ്ങൾക്ക് വീഡിയോയ്ക്കായിട്ട് തന്നത് നമ്മുടെ നിപ്പോൺ ടൊയോട്ടയാണ് കൊട്ടിയത്തുള്ള. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കോൺടാക്ട്. അതുപോലെ ഓഫറിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഓഫർ ഒരു 90,000 ഓഫറിലെന്ന് പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗ്, പിന്നെ ഇത് ഗ്ലാൻസ് മാത്രമല്ല, ടൊയോട്ടയ്ക്ക് മറ്റ് പല വണ്ടികളുണ്ട്. ഈ വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം തീർച്ചയായിട്ടും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.